ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തിങ്കൾ മീഡിയയിലേക്ക് സ്വാഗതം. വീഡിയോ എഡിറ്റിങ്ങിൻ്റെ 5ാമത്തെ വീഡിയോ ആണ് അത്. ഇപ്പോൾ കഴിഞ്ഞ 4 വീഡിയോകളിൽ പ്രീമിയർ പ്രോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ബാക്കിയായി വരുന്ന കുറച്ച് കാര്യങ്ങളൂടെ നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഞാനിവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു ഇമേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ടൈം ലൈനിലേക്ക് ഇട്ടു. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വിൻഡോയിൽ നോക്കിയാൽ മനസ്സിലാവും, അവിടെ ഈ സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സീക്വൻസിൻ്റെ സൈസ് അനുസരിച്ചല്ല ഈ ഇമേജ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ സൈസ് ചെറുതാണ്, ഈ ഇമേജിൻ്റെ സൈസ് ചെറുതാണ്, എന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സീക്വൻസിൻ്റെ സൈസ് കുറച്ച് വലുതാണ്. അപ്പോൾ ഈ ഇമേജിൻ്റെ സൈസ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ ഇമേജിൻ്റെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന വിൻഡോ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ആ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഇമേജ് സൈസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ 1024x627 ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കറക്റ്റ് സൈസ് അല്ല, നമ്മൾ നിൽക്കുന്ന സീക്വൻസിൻ്റെ സൈസ് അല്ല. അപ്പോൾ ഈ സീക്വൻസിൻ്റെ സൈസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ക്ലിപ്പിൻ്റെ മീതെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്കെയിൽ ടു ഫ്രെയിം സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്കെയിൽ ടു ഫ്രെയിം സൈസ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നിന്ന ഫ്രെയിമിൻ്റെ സൈസിലേക്ക് ഇമേജ് വലുതായതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ലെഫ്റ്റിലും റൈറ്റിലും കുറച്ച് പോർഷൻ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ചാണ് ഇത് വലുതായിട്ടുള്ളത്. അപ്പോൾ പ്രപ്പോർഷൻ അനുസരിച്ച് വലുതാകുമ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ഹൈറ്റ് ഇത്രയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിഡ്ത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വിഡ്ത്ത് ഇനി കൂട്ടണമെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാവുന്നത്, ഇതിനെ ജസ്റ്റ് ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് സെലക്ട് ആയതായിട്ട് കാണാൻ പറ്റും. ഈ സെലക്ഷൻ മാർക്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഡ്ത്തും ഹൈറ്റും ഒരേപോലെ കൂടി ക്രിയേറ്റ് ചെയ്ത സീക്വൻസിനനുസരിച്ച് വലുതാക്കാവുന്നതാണ്. അത് ചെറുതാക്കണമെങ്കിൽ ഈക്വലായിട്ട് പ്രപ്പോർഷൻ അനുസരിച്ച് ചെറുതാവും. കണ്ടില്ലേ, വീതിക്കും ഹൈറ്റിനും ഒരേപോലെ വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ പിന്നെ സീക്വൻസിൻ്റെ സൈസിലേക്ക്, അതായത് നമ്മൾ ഏത് അളവിലാണോ സീക്വൻസ് ക്രിയേറ്റ് ചെയ്തത് ആ സൈസിലേക്ക് ഇമേജിനെ വലുതാക്കി വെക്കാവുന്നതാണ്. വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു യൂണിഫോം സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിങ്ങനെ സ്കെയിൽ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാനിതാ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പോൾ വിഡ്ത്തും ഹൈറ്റും ഒരേപോലെയാണ് കൂടുന്നത്. പക്ഷേ ഈ യൂണിഫോം സ്കെയിൽ എന്നുള്ളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഇമേജ് ലെഫ്റ്റും റൈറ്റും മാത്രമായിട്ട് ഒതുങ്ങി ഇങ്ങനെ വരുന്നതാണ്. ഒതുങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് ബ്രീഫ് ആവുകയാണ്, ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ഇമേജിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോയുടെ യഥാർത്ഥ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യണത് അവിടെ. അപ്പോൾ ഒരു ഫിഗറൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും യൂണിഫോം സ്കെയിൽ ഓഫ് ചെയ്തിട്ടിട്ട് ഒരിക്കലും നമ്മളിങ്ങനെ സ്കെയിൽ ചെയ്യാൻ പാടില്ല. എപ്പോഴും ഇത് ഓൺ ആയിരിക്കണം. ഓൺ ചെയ്തതിന് ശേഷം സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, വിഡ്ത്തും ഹൈറ്റും ഒരേപോലെ വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണോ വീഡിയോ എടുത്തിട്ടുള്ളത് ആ ഒരു അളവിൽ വ്യത്യാസം ചെറുതായിട്ടും വലുതായിട്ടും വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്ന, അപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പാണെങ്കിലും ഇമേജ് ആണെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സോഴ്സ് വിൻഡോയിൽ വരിക. സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ അവിടെ എഫക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എഫക്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ എഫക്റ്റുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷനാണ് ഈ സോഴ്സ് വിൻഡോയിൽ കാണുന്ന എഫക്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് വരുന്നത്. ഇനി ഈ എഫക്റ്റ് കൺട്രോൾ ഇവിടെ കാണുന്നില്ല എങ്കിൽ വിൻഡോയ്ക്കകത്ത് പോയി ഇവിടെ എഫക്റ്റ് കൺട്രോൾസ് എന്ന് പറയുന്ന അതിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ട്. Shift 5 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ആ ഷോർട്ട് കട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ കണ്ടില്ലെങ്കിൽ മാത്രമേ അങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കുറേ ഓപ്ഷൻസ്. ഒരു വീഡിയോ ആണെങ്കിലും അതുപോലെ ഇമേജ് ആണെങ്കിലും ഓഡിയോ ഫയലാണെങ്കിലും ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റുകളെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ഇവിടെ കിട്ടും. ഇവിടെ ഇമേജിനും അതുപോലെ തന്നെ വീഡിയോ ക്ലിപ്പിനും ഈക്വലായിട്ട് കിട്ടുന്ന ചില ഓപ്ഷൻസ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഒന്നാമത്തത് മോഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അതിൽ പൊസിഷനുണ്ട്, സ്കെയിലുണ്ട്, റൊട്ടേഷനുണ്ട്, ആങ്കർ പോയിൻ്റ് ഉണ്ട്, അങ്ങനെ ആൻറ്റി ഫ്ലിക്കർ ഫിൽറ്റർ ഉണ്ട്. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ഓപ്ഷനാണ് പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ സ്കെയില്, റൊട്ടേറ്റ്, ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ പൊസിഷൻ ചെയ്യുന്നത് നോക്കിയാൽ. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 960 എന്ന് പറഞ്ഞൊരു അളവ് കൊടുത്തിട്ടുണ്ട്.
540 എന്ന് പറഞ്ഞ് മറ്റൊരളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടളവും നമുക്ക് ഈ കാണുന്ന ഇമേജിൻ്റെ പൊസിഷനെ സൂചിപ്പിക്കുന്ന അളവാണ്. അപ്പോൾ ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ ഫസ്റ്റിൽ കാണുന്ന 960 എന്ന് പറയുന്ന ഈ അളവിനെ ഇതുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഈ നമ്പറിൻ്റെ പുറത്തിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് വലത്തേക്ക് ഇങ്ങനെ മാറിപ്പോകുന്നത്, മൂവ് ചെയ്ത് പോകുന്നത് കാണാൻ, അതിൻ്റെ പൊസിഷൻ മാറിപ്പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇടത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇടത്തോട്ട് മാറിയത് പോകുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഇമേജിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ഈ ആദ്യം കാണുന്ന ഈ ഓപ്ഷൻ, ഈ നമ്പർ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. പൊസിഷൻ്റെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കും താഴേക്കും ഇമേജിനെ കൊണ്ടുപോകുന്നതിനുള്ള ഓപ്ഷനാണ്. അത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇമേജിനെ താഴേക്കും മുകളിലേക്കും കൊണ്ടുവരാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ഒരു ഇമേജും അതുപോലെ തന്നെ ഒരു വീഡിയോ ക്ലിപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇമേജിനെ നമുക്ക് എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടി അതിൻ്റെ ദൈർഘ്യം കൂട്ടി വയ്ക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടി വയ്ക്കാം. അതൊരു ഇമേജിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും അത് നമുക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതാണ് ഒരു ഇമേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് പക്ഷേ വീഡിയോ ക്ലിപ്പിലാണെങ്കിൽ ആ വീഡിയോയിൽ എത്രയുണ്ടോ അത്ര മാത്രമേ നമുക്ക് നീട്ടാൻ കഴിയുള്ളൂ, അതിൽ കൂടുതൽ നീട്ടാൻ കഴിയില്ല. പക്ഷെ കുറച്ച് കൊണ്ടുവരാം, എത്ര വേണമെങ്കിലും കുറച്ച് കൊണ്ടുവയ്ക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ എൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു റെഡ് മാർക്ക് വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്കതിനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും, ഇമേജിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നീക്കി വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ ക്ലിപ്പിൽ നമുക്ക് വീഡിയോ ഉള്ളിടത്തോളം നമുക്ക് നീട്ടി കൊടുക്കാവുന്നതാണ്. ഇതാണ് ഈ ഇമേജും വീഡിയോയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇമേജിലുള്ള ഞാൻ ഇമേജിൻ്റെ പൊസിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, പൊസിഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ വീഡിയോ ക്ലിപ്പ്. വീഡിയോ നമ്മളിപ്പോൾ ഇത് പ്ലേ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ ഇതിനെ കുറച്ച് റൈറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റിൽ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് അങ്ങോട്ട് റൈറ്റിലേക്ക് നീക്കി കഴിഞ്ഞാൽ അത് ക്രോപ്പ് ചെയ്തല്ല പോകുന്നത്, നീങ്ങിപ്പോവുകയാണ് ചെയ്തത്. അവിടെ ഇതേ ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാനിത് ഈ ഓപ്ഷൻ തന്നെ ഇപ്പോൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഇവിടുത്തെ അളവ് വ്യത്യാസപ്പെടുത്തിയാണ് വെച്ചത്. എന്നാൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെലക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. ഈ സെലക്ഷൻ ഉപയോഗിച്ച് എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. അതിനനുസരിച്ച് അവിടെ ആ അളവിലും വ്യത്യാസം വരുന്നുണ്ട്. ആ അളവിൽ വരുന്ന വ്യത്യാസം അളവിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ അളവ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താണ് അളവ്, ഒരു കൃത്യമായ അളവ് കൊടുത്ത് അല്ല നമ്മൾ നീക്കിയത്. ഇനി ഈ കൃത്യമായ അളവ് കൊടുത്ത് നീക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെലക്ഷൻ വരും. സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 1500 അളവ് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും സ്പേസിലേക്ക് വലത്തോട്ട് നീങ്ങിയതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് മുകളിലേക്കും താഴേക്കും തൊട്ടടുത്ത ഓപ്ഷൻ അതാണ് സൂചിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 750 എന്ന് പറഞ്ഞൊരു അളവ് കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, കുറച്ച് താഴേക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിനെ നമുക്കിപ്പോൾ ഇതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അളവിൽ നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ നിന്നും ചെറിയ അളവ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലെഫ്റ്റിലേക്കും അതുപോലെ തന്നെ ടോപ്പിലേക്കും കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഒരു ഇമേജ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും സെയിം ആണ്. എന്നാൽ ഇവിടെ വെച്ചിട്ട് ഇതിപ്പോൾ പകുതിയിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്നുകൊണ്ട് പ്ലേ ആവുന്നതാണ്. ബാക്കി ഭാഗം അത്രയും ബ്ലാക്ക് കളറിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ഇമേജാണെങ്കിലും വീഡിയോ ആണെങ്കിലും നമുക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കുകയോ അല്ലെങ്കിൽ അളവ് കൊടുത്തോ നമുക്ക് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്കെയിലും ഇതുപോലെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ അളവ് കൊടുത്തിട്ട് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ അളവിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സൂം ചെയ്ത് വരുന്നതാണ്. ഇതാണ് സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ചെറുതാക്കാനും പറ്റും, കണ്ടില്ലേ, എത്ര വേണമെങ്കിലും ചെറുതാക്കി വയ്ക്കാം, അതുപോലെ തന്നെ വലുതാക്കാനും പറ്റും. ഇതിൽ നമുക്ക് ആനിമേഷൻ കൊടുക്കാൻ പറ്റും. ആനിമേഷൻ നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആനിമേഷൻ എങ്ങനെ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഈ പൊസിഷനും സ്കെയിലിനും എങ്ങനെയാണ് ആനിമേഷൻ കൊടുക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ അത് കണ്ടാൽ മതി, നിങ്ങൾക്ക് ആനിമേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. അതുപോലെ തന്നെ റൊട്ടേഷൻ എന്ന് പറയുന്നത്, റൊട്ടേഷൻ നമ്മളിത് ഈ ഒരു ഇവിടെ കാണുന്നൊരു പോയിൻ്റ് കാണുന്നുണ്ടല്ലോ, ഈ സെലക്ഷൻ പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ റൊട്ടേഷൻ നമുക്ക് ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഇമേജിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് 360 ആണ് അതിൻ്റെ അളവെന്ന് പറയുന്നത്, 360 ഡിഗ്രിയാണ്
അതിൻ്റെ ഒരു റൊട്ടേഷൻ അളവെന്ന് പറയുന്നത്. അതായത് ഒരു വൃത്താകൃതിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നതിന് നമ്മൾ 360 എന്ന അളവിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ കൊടുത്ത ഈ റൊട്ടേഷൻ എഫക്റ്റ് നമുക്കിവിടെ ഈ പറഞ്ഞ റൊട്ടേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ടും കണ്ടില്ലേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് ബാക്കിലോട്ട് റിവേഴ്സായിട്ടും ചെയ്യാം, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റായി നിന്നുകൊണ്ട് പ്ലേ ആവുന്നതാണ്. അപ്പോൾ ഇതാണ് റൊട്ടേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിലെങ്ങനെയാണ് നമുക്ക് ആനിമേഷൻ കൊടുക്കുന്നതെന്നുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ 3 ഓപ്ഷൻ ഒന്ന് നോക്കുക. 1 പൊസിഷൻ, 2 സ്കെയില്, 3 റൊട്ടേഷൻ. ഈ 3 ഓപ്ഷനും നോക്കി വയ്ക്കുക. ഈ 3 ഓപ്ഷനും ഇനി എങ്ങനെയാണ് ആനിമേഷൻ കൊടുക്കുന്നതെന്നുള്ള അടുത്ത ഓപ്ഷനിൽ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും നോക്കി വയ്ക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം കാണാം. നമസ്കാരം.